കോഴിക്കോട് ബാലുശ്ശേരി വയലട തോരാട് മലയിൽ കരിങ്കൽ ക്വാറി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. പനങ്ങാട് പഞ്ചായത്തിലെ 2-ാം വാർഡിൽപ്പെട്ട തോരാട് പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ക്വാറി പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രാരംഭ പ്രവർത്തനമെന്ന നിലയിൽ തോരാട് റോഡിൽ നിന്ന് അങ്കണവാടി സമീപത്തുകൂടി റോഡ് നിർമ്മാണം ആരംഭിച്ചു. ജനവാസ മേഖലയിൽ ക്വാറി വന്നാൽ മലയിൽ നിന്നുത്ഭവിക്കുന്ന 8ഓളം നീരുറവുകൾ മലിനമാവുകയും കാലക്രമേണ വറ്റി ഇല്ലാതാവുകയും ചെയ്യും. ഇതുവഴി ഒരു നാടിന്റെ കുടിവെള്ളം മുട്ടുന്ന അവസ്ഥയിലാകും എത്തുക. ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഭൂചലന സാധ്യതയും കണക്കാക്കിയിരുന്നു. പരിസ്ഥിതി ലോല പ്രദേശമായതിനാൽ ക്വാറി പ്രവർത്തിപ്പിക്കാനാകില്ല എന്നായിരുന്നു ഇതുപ്രകാരമുള്ള വിലയിരുത്തൽ. എന്നാൽ ഇത് മറികടന്ന് പ്രദേശത്ത് മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ച് ക്വാറിക്കായി മണ്ണ് നീക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. നിലവിൽ 1 കിലോമീറ്റർ ദൂരത്തിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയാണ് റോഡ് നിർമ്മാണം തുടരുന്നത്. നമ്മൾ ഈ പ്രദേശം നോക്കിയാൽ ഭൂമിശാസ്ത്രപരമായ പ്രദേശം നോക്കിയാൽ ഒരു ചെരിഞ്ഞ് കിടക്കുന്ന പ്രദേശമാണ്. ഇതിന്റെ മേലെ തോരാട് ഇവിടെ ഒരു ക്വാറി തുടങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ ഈ നാടിന്റെ ഏറ്റവും ഭയങ്കര ഒരു നാശമായിരിക്കും. അതേപോലെ കുറച്ച് അങ്ങേ സൈഡിലാണ് 20 സെന്റിമീറ്ററോളം വീതിയിൽ 200 മീറ്റർ നീളത്തിൽ ഒരു കിടങ്ങ് വന്നില്ല ഒരു കുന്നിന്. അതൊക്കെ സംഭവിച്ചു നിൽക്കുന്ന ഈ കുന്നിന്റെ മേലെ ഇങ്ങനെ ഒരു കോറി വന്നാൽ വരുന്ന എന്താണ് പറയുക ഒരു ചുരൽമല പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ജനങ്ങൾ ഭയപ്പെടുകയാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് VT സൂരജ് MLA കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചിരുന്നു. ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച ശേഷം ക്വാറിക്ക് അനുമതി ലഭിച്ചിരുന്നോ എന്ന് പരിശോധിക്കുമെന്നും MLA അറിയിച്ചു. ഒരു ക്വാറിയുടെ പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ള വാർത്തയും ആ ആശങ്കയും ജനങ്ങൾ വലിയ ഭീതി പടർത്തിയിരിക്കുകയാണ്. ജനവാസ മേഖലയാണ്, അപൂർവനം സസ്യങ്ങളുള്ള പ്രകൃതിയാണിത്. അതീവ ദുർബലമായൊരു പ്രദേശമാണ്. ഒരുപാട് നീർച്ചാലുകൾ, ദാഹജലമാകുന്ന നീർച്ചാലുകളാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത്. അതിനൊക്കെ ബാധിക്കുന്നുണ്ട്. അതൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു ക്വാറിയുടെ പ്രവർത്തനം ആരംഭിച്ചാൽ നാടിന്റെ സന്തുലിതാവസ്ഥയെ അല്ലെങ്കിൽ പ്രകൃതി സന്തുലിതാവസ്ഥയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇവിടെ ക്വാറിയുടെ പ്രവർത്തനം നടത്തരുത് എന്നാണ് ജനങ്ങളുടെയൊക്കെ ആവശ്യം. വലിയ വെള്ളച്ചാട്ടങ്ങളുള്ള തോരാട് മലയിൽ ഉണ്ടാകുന്ന കരിങ്കൽ സ്ഫോടനങ്ങൾ 1000-ലധികം തടി താഴ്ചയുള്ള കുറുമ്പൊയിൽ അങ്ങാടിയെയും പ്രദേശത്തെ ജനജീവിതത്തെയും ബാധിക്കുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. ന്യൂസ് മലയാളം, കോഴിക്കോട്.